വെൽക്കം ടു NCERT +9 +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടതിൻ്റെ അകത്ത് സമ്മറി പോയിന്റ് ആണ്. സമ്മറി പോയിന്റിലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട അതാണ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വിത്ത് പൊസിഷൻ വെക്ടർ R ഡ്യൂ ടു എ പോയിന്റ് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെന്റ് P placed at the origin is given by V of R is equal to 1 by 4 pi epsilon naught vector P dot R cap divided by R square. The result is true also for a dipole for R much greater than A. അപ്പം ഇന്ന് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2.5, that is potential due to a system of charges. Potential due to a system of charges. നമുക്ക് ഒരുപാട് ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അത് കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഒരു സിസ്റ്റം ഓഫ് ചാർജസ്, ഒരു പോയിന്റിൽ കുറേ ചാർജസ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്കിവിടെ ഒരു സിസ്റ്റം ഓഫ് ചാർജസ്, കുറേ ചാർജസ് ഉണ്ട്. നമുക്കിവിടെ Q1, ഇതാണ് Q1, വി ഹാവ് Q2, ഇവിടെ Q3, ഇവിടെ Q4, ഇവിടെ Q5, ഇത്രയും ചാർജസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ഒറിജിൻ P. അപ്പൊ ഈ Pയിൽ ഇവിടെ ഉണ്ടാക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഓരോ ചാർജും Q1 Pയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് R1P. ഇപ്പൊ Q2വിന് Pയുമായിട്ടുള്ള ഡിസ്റ്റൻസ് R2P ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ Q3യും Pയുമായിട്ട് R3P, പിന്നെ Q4ഉം Pയുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R4P, ആൻഡ് Q5ഉം Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R5P. അപ്പൊ അങ്ങനെ ആ പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് അത് പൊസിഷൻ വെക്ടേഴ്സ്. ഇപ്പം Q1, Q2, Q3, Q4, Q5 അവര് അവിടെ എത്ര അകലയിൽ നിന്നാണ് Pയുമായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ആ പൊസിഷൻ വെക്ടേഴ്സ് നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ ബേസിക്കലി അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ Q1 എന്ന് പറയുന്ന ചാർജ് Pയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മുടെ ബേസിക് എക്സ്പ്രഷൻ. ഇപ്പം ഇഫ് യു ഹാവ് എ ചാർജ്, ആ ചാർജ് കാരണം R ഡിസ്റ്റൻസ് അകലെ ആ ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ, ചാർജ് Q ആണെങ്കിൽ R ഡിസ്റ്റൻസ് അകലെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ Q by 4 pi epsilon naught R നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സോ നമുക്കിപ്പം ഈ ഒരു Q1 എന്ന് പറഞ്ഞ സ്മോൾ Q1 എന്ന് പറഞ്ഞ ചാർജ് കാരണം Pയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ അതെന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ V1 ആയിട്ട് എടുക്കാന്ന് വിചാരിക്കാം. സോ പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു Q1, അതിനെ നമ്മൾ V1 എന്ന് എടുക്കുവാണെങ്കിൽ, സോ ഇതാണല്ലോ നമ്മുടെ ജനറൽ ഇക്വേഷൻ. സോ ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് പറ്റും 1 by 4 pi epsilon naught. ഇവിടെ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് Q1ഉം Pയും തമ്മിലുള്ള ഈ അകലമാണ് R1P. R1P എന്ന് പറയുന്നതാണ് Q1ഉം Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുപോലെ നമുക്ക് Pയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2 കാരണം, ചാർജ് Q2 കാരണം Pയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ ക്യാപിറ്റൽ V2 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സിമിലർലി എഴുതാൻ പറ്റും 1 by 4 pi epsilon naught. ഇവിടെ ചാർജ് Q2, സ്മോൾ Q2, ഡിസ്റ്റൻസ് ഫ്രം ബിറ്റ്വീൻ P ആൻഡ് Q2 എന്ന് പറയുന്നത് R2P. സിമിലർലി നമുക്ക് ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു Q3, ചാർജ് Q3 കാരണമാണെങ്കിൽ അതിന് ക്യാപിറ്റൽ V3 എന്ന് കൊടുക്കുകയാണെങ്കിൽ സിമിലർലി നമുക്ക് എഴുതാൻ പറ്റും 1 by 4 pi epsilon naught Q3 by ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q3 എന്ന് പറഞ്ഞാൽ R3P. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ ചാർജസിൻ്റെ എഴുതാം. Q4, Q5 എല്ലാം നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അപ്പൊ ടോട്ടൽ ബൈ സൂപ്പർ പൊസിഷൻ ഇതുപോലെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് Q4 എഴുതാം. Q4 കാരണം Pയിൽ ഉണ്ടാവുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 1 by 4 pi epsilon naught Q4 ഡിവൈഡഡ് ബൈ R4P. ഇനി പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു Q5 ആണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ V5 is equal to 1 by 4 pi epsilon naught into Q5 by R5P. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്താണ് പൊട്ടൻഷ്യൽ, ഓരോ ഇൻഡിപെൻഡന്റ് ചാർജസ് കാരണം Pയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഇലക്ട്രിക് ഫീൽഡ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നതുകൊണ്ട് പൊട്ടൻഷ്യലും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്തേ പറ്റുള്ളൂ. ദെയർഫോർ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് P
due to this 5 charges എന്ന് പറയുന്നത് it is a sum of potential. അത് V എന്ന് എടുക്കുവാണെങ്കിൽ that is V1 plus V2 plus V3 plus V4 plus V5. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അത് ഈ തന്നിരിക്കുന്ന എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 ചാർജസും കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇൻ ജനറൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു കുറേ ചാർജസ് n നമ്പർ ഓഫ് Q1 Q2 അപ് ടു Qn അത്രയും ചാർജസ് ഉണ്ടെങ്കിൽ അവ കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ചാർജസും കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യലിന്റെ സമ്മേഷൻ നോക്കിയാൽ മതി. ഇപ്പം V1 കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, Q1 കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1 ആണ്, Q2 കാരണം ഒരു പെർട്ടിക്കുലർ പോയിന്റ് P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V2 ആണ്. അങ്ങനെ nth ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ Vn ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏത് പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ ഓരോ ചാർജസും കാരണം ഉണ്ടാകുന്നത് V1 പ്ലസ് V2 പ്ലസ് nth ചാർജ് വരെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ ഓരോ പോയിന്റ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ നമ്മൾ പൊട്ടൻഷ്യലിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഓരോ ചാർജും കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദറ്റ് ഇസ് 1/4πε0 Q1 by, പിന്നെ ഇപ്പം ആ പോയിന്റ് ഇപ്പം നമ്മളിവിടെ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ P എന്നാണ് എടുത്തത്. P എന്ന് പറഞ്ഞ പോയിന്റിൽ Q1 ഉം Q2 ഉം Q3 ഉം Q4 ഉം Q5 ഒക്കെ കാരണം ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R1P, സെക്കൻഡ് ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് R2P. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം nth ചാർജും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വിൽ ബി RNP ആയിരിക്കും. അപ്പം ഇത് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ ഓരോ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലും കൂടി ആഡ് ചെയ്താൽ മതി. സോ ആ എക്സ്പ്രഷൻ നമ്മളിവിടെ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുമ്പം ഇതൊരു ദിസ് ഇസ് 1/4πε0 ഫസ്റ്റ് ചാർജ് കാരണമുള്ള Q1 by R1P, സെക്കൻഡ് ചാർജ് കാരണം ഉണ്ടാവുന്നത് Q2 by R2P. അങ്ങനെ പോയിട്ട് nth ചാർജ് കാരണം ഉണ്ടാവുന്ന വിൽ ബി nth ചാർജ് എന്ന് പറഞ്ഞാൽ Qn ഡിവൈഡ് ബൈ 1/4πε0 ഇൻറ്റു RNP, അതിന്റെ ഡിസ്റ്റൻസ്. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ നമുക്ക് 1/4πε0 കോമൺ എടുക്കാം. സോ 1/4πε0 നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ പിന്നെ റിമൈനിങ് ആയിട്ടുള്ള Q1 by R1P, സെക്കൻഡ് ടേമിൽ Q2 by R2P, അങ്ങനെ അങ്ങനെ പോയി nth ടേമിൽ വരുന്നത് Qn by RNP. ഓക്കെ, അപ്പം ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ്. ഇപ്പം നമുക്ക് ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ അതെല്ലാം കാരണം ഒരു P എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചാർജസിന്റെ കേസിലാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പൊ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ജനറലി നമുക്ക് അവിടെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ ഒരു ക്വാണ്ടിറ്റി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ചാർജ് ഡെൻസിറ്റി. നമ്മൾ ഓൾറെഡി കണ്ടാണ്. ഇഫ് യു ഹാവ് എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ചാർജിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ചാർജ് ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ റോ ഓഫ് ആർ. അത് റോ ഓഫ് ആർ എന്ന് പറയുന്നത് ചാർജ് ഡെൻസിറ്റി മീൻസ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഇഫ് യു ഹാവ് എ ടോട്ടൽ ചാർജ് Q ആണെങ്കിൽ ആ വോളിയം മൊത്തത്തിലുള്ള വോളിയം V ആണെങ്കിൽ ദിസ് ഇസ് ഓരോ അത് ചാർജ് ഡെൻസിറ്റി ആണ്. അത് ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റി ആണ് പർട്ടിക്കുലർലി ഇപ്പം നമുക്കൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത്. ചാർജ് പെർ യൂണിറ്റ് വോളിയം മീൻസ് Q/V. ഇത് ഈ റോ ഓഫ് ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന ചാർജ് ഇത്രയായിരിക്കും, Q എന്ന് പറഞ്ഞ ചാർജ് ആയിരിക്കും. അപ്പം കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റോ ഓഫ് ആർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇപ്പം ഇത്രയും ഒരു ഇവിടെ കണ്ടിന്യൂസ് ചാർജ് ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ ചെറിയ ചെറിയ വോളിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചെറിയ ചെറിയ ഈക്വൽ വോളിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ V ആണല്ലോ, ടോട്ടൽ വോളിയം V ആണ്. അപ്പം നമ്മൾ ചെറിയ ചെറിയ ഡെൽറ്റ V ആയിട്ട് ഡെൽറ്റ V ഒരു ഇത് ഫുൾ വോളിയം ആണ് V. ഇത് ചെറിയ ചെറിയ വോളിയം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡെൽറ്റ V ഓരോ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഡെൽറ്റ V. ആ ഓരോ ചെറിയ ചെറിയതിൻ്റെ അകത്തും Q എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ മൊത്തം ഡെൽറ്റ V സമ്മേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ V കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ ചെറിയ
വോളിയം എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ആ ഓരോ വോളിയം എലമെന്റും ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. സോ ബിക്കോസ് നൗ റോ ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ റോ ഓഫ് ആർ എന്ന് പറയുന്നത് ക്യൂ ബൈ സമ്മേഷൻ ഓഫ് ഡെൽറ്റ വി ആണ്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഡെൽറ്റ വിയും ക്യാരി ചെയ്യുന്ന വോളിയം ചാർജ് എന്ന് പറയുന്നത്, ഇപ്പം ഒരു പെർട്ടിക്കുലർ ഡെൽറ്റ വി, ഈച്ച് ഡെൽറ്റ വി വിൽ ബി ക്യാരിങ് എ ചാർജ് ഓഫ് will have charge Q delta V. Q delta V ആയിരിക്കും ഓരോ ചെറിയ വോളിയം എലമെന്റ് അകത്തുണ്ടാവുന്ന ചാർജ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ബേസിക് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വോളിയം എലമെന്റും കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കും. ഈ ഓരോ വോളിയം എലമെന്റും കാരണം ഉണ്ടാകുന്ന ഈ Q ഡെൽറ്റ V കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്, അത് അങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ ഓരോ വോളിയം എലമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ വോളിയം അവിടെ കിട്ടും. അതാണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുമ്പോഴുള്ള ഐഡിയ, എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഇനി നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടാണ്. ഇപ്പം നമുക്കൊരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെൽ ഉണ്ടെന്ന് വിചാരിക്കും. യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ, ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫെറിക്കൽ ഷെല്ലുണ്ടെങ്കിൽ ആ ഷെല്ലിന്റെ പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ആസിഫ് മൊത്തം ഇലക്ട്രിക് ചാർജും സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും ആ ഷെല്ലിന്റെ പുറത്തുള്ള ഏതൊരു പോയിന്റിലും എന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്കിപ്പം അങ്ങനെ ഒരു ഷെല്ലിന്റെ ഇങ്ങനെ ഒരു ഷെല്ലിന്റെ റേഡിയസ് സ്മോൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു അല്ല, റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ് കേട്ടോ. ഈ ഷെല്ലിന്റെ റേഡിയസ്, സപ്പോസ് ഈ റേഡിയസ് ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് നമ്മൾ ആറായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഈ ഷെല്ലിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ഈ ഷെല്ലിന്റെ പുറത്തുള്ള ഒരു പോയിന്റ്, അപ്പം പുറത്ത് പോയിന്റ് വിച്ച് ഈസ് അറ്റ് r distance outside the shell, r distance from the center. Okay, r distance from the center of the shell. ഔട്ട്സൈഡ് പോയിന്റ് ആണ് കേട്ടോ, ആ ഷെല്ലിന്റെ പുറത്തൊരു പോയിന്റ്. അതെന്ന് പറഞ്ഞാൽ ഷെല്ലിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ അറ്റ് r, ഈ ആർ എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യലിനെ നമ്മൾ വി എന്ന് എടുക്കുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണ്, 1/4πε0 ക്യൂ എന്ന് പറഞ്ഞ ചാർജ് കാരണം ഉണ്ടാകുന്നെങ്കിൽ Q/R ആണ്. ഇവിടെ R ഇസ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ, സോ ഡെഫിനറ്റ്ലി ഈ റേഡിയസിനെക്കാട്ടും കൂടുതലാണ് R. അപ്പം ഈ Q എന്ന് പറയുന്നതാണ് ടോട്ടൽ ചാർജ് ഓൺ ദ ഷെൽ. ഓക്കെ, സോ ദിസ് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ ഷെൽ. ഇതായിരിക്കും ഷെല്ലിന്റെ ഔട്ട്സൈഡ് പോയിന്റിന്റെ പൊട്ടൻഷ്യൽ. അതിന് നമുക്കറിയാം ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് അല്ലെ. ഒരു സ്ഫെറിക്കൽ ഷെല്ലിനെ സംബന്ധിച്ച് അതിന്റെ നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ കണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ എന്ന് പറയുന്നത് 0 ആണ്. ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അർത്ഥം ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം ഒരു ഇന്റഗ്രേഷനിലൂടെയുള്ള ഒരു ബന്ധമുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇന്റഗ്രേഷൻ അതൊന്നും നമ്മൾ കൂടുതലും കണ്ടിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്, ആ രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നല്ലോ. സോ അവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമുക്ക് അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിന് നിങ്ങൾ മുന്നോട്ട് പഠിക്കുകയും ചെയ്യും. കുറച്ചും കൂടെ മുന്നോട്ട് ചാപ്റ്റേഴ്സിൽ എത്തുമ്പോൾ പഠിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിൽ 0 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ഇൻസൈഡ് ദ ഷെൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ബിക്കോസ് നമ്മൾ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പൊട്ടൻഷ്യലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോഴത്തേക്കും ഓക്കെ, നമ്മൾ പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ്, അത് പൊട്ടൻഷ്യലിന്റെ നമ്മൾ ഗ്രേഡിയന്റ് ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അതുകൊണ്ട് തന്നെ
പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആവുമ്പോൾ ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആവുക എന്നുള്ളതാണ്. അപ്പൊ ഇൻസൈഡ് ഷെല്ല് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഷെല്ലിന്റെ അകത്തെ ഒരു പോയിന്റിൽ ഒരു ചാർജ് മൂവ് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ഷെല്ലിന്റെ അകത്ത് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ സർഫസിലുള്ള വാല്യൂ എത്രയാണോ അത് തന്നെ ആയിരിക്കും അതിൻ്റെ അകത്തും വരിക. ദാറ്റ് മീൻസ് ആ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ഷെൽ എന്ന് പറഞ്ഞാൽ സർഫസിലെ Q/R ആണ്. ദാറ്റ് ഈസ് 1 ബൈ ഇപ്പൊ സർഫസിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺ ദ സർഫസ് റേഡിയസ് എടുത്താൽ പോരെ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ചാർജ് എന്ന് പറയുന്നത്. സോ Q/R. അപ്പൊ ഇത് തന്നെ ആയിരിക്കും പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സർഫസ് ഓൾസോ. ദിസ് വിൽ ബി ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സർഫസ്. സർഫസിലും ഇൻസൈഡ് ദ സർഫസിലും ഇതേ വാല്യൂ ആയിരിക്കും. ഇൻസൈഡ് ദ ഷെൽ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് സെയിം ആസ് ദ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ്. സർഫസിന്റെ അതേ വാല്യൂ ആയിരിക്കും പൊട്ടൻഷ്യൽ അറ്റ് ദ സർഫസ്. ഓക്കെ, ബിക്കോസ് അപ്പൊ നമ്മുടെ ഈ എൻറ്റയർ ഷെല്ലിന്റെ എൻറ്റയർ സർഫസും അതുപോലെ തന്നെ ആ ഇൻസൈഡ് ആയിട്ടുള്ള അതിന്റെ വോളിയം, ഷെല്ലിന്റെ അകത്തെ വോളിയം ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദറ്റ് ഈസ് അവിടുത്തെ എല്ലാത്തിൻ്റെയും ഇൻസൈഡ് ഷെല്ലും അതുപോലെ ഓൺ ദ സർഫസിലെയും ഒക്കെ എല്ലാ പോയിന്റ്സിലെയും പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആണ്. അത് അവർ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഇല്ല. ഇപ്പോൾ ഒരു ചാർജിനെ ഷെല്ലിന്റെ അകത്ത് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. മൂവ് ചെയ്യാനായിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ ബേസിക്കലി വർക്ക് ഡൺ ഇസ് 0 ഓവർ ദർ. ഓക്കെ, സോ അതാണ് നമ്മുടെ വെൻ ഇറ്റ് ഇസ് കമ്മിങ് ടു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഇസ് എക്സാമ്പിൾ 2.2. ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ആണ് നോക്കുക. 2 charges 3 into 10 power minus 8 coulomb and minus 2 into 10 power minus 8 coulomb are located 15 centimeter apart. നമുക്ക് 2 ചാർജസ് ഉണ്ട്. ഒന്ന് പ്ലസ് ചാർജ് ആണ് 3 into 10 power minus 8 എന്നും, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ് 2 into 10 power minus 8 coulomb, minus 2 into 10 power minus 8 coulomb. അപ്പൊ ഇത് ഈ ചാർജും ഇത് നെഗറ്റീവ് ചാർജും ഇതിന്റെ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ആണ് 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്റർ ആണ് ഇവരുടെ separation distance. At what point on the line joining the two charges is the electric potential 0? ഇവരുടെ ഈ രണ്ട് ചാർജുകളും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഏത് ഭാഗത്തായിരിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേക്ക് ദ പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ടു ബി 0. ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ 0 ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലൈൻ ജോയിൻ ഇതാണ് ഈ ലൈൻ ജോയിൻ ദ ടു ചാർജസ്. ഇതിന്റെ ഏത് ഭാഗത്തായിരിക്കും പൊട്ടൻഷ്യൽ 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് വി വോണ്ട് സം ഒറിജിൻ. നമുക്കൊരു പൊട്ടൻഷ്യൽ 0 ആവുന്നൊരു പോയിന്റ് കണ്ടുപിടിക്കണം. ഇപ്പൊ 2 ചാർജസ് ഇരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഒറിജിൻ ആയിട്ട് എടുക്കുന്നു. അത് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന ഈ ഒരു പൊസിഷനെ ഒറിജിൻ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മളിത് ഇതിനെ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നമ്മൾ പോസിറ്റീവ് എക്സസ് ആയിട്ടാണ്, ദിസ് ഇസ് ദ എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ ഇതിനെ പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഇങ്ങോട്ട് പോകുമ്പം പോസിറ്റീവ്, ഇത് ഒറിജിൻ ആണല്ലോ. അപ്പം ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസിൽ തന്നെ കിടക്കുന്നതായിട്ട് എടുക്കുന്നു. അതിന് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമുക്കിപ്പം 2 കേസസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഐദർ നമുക്ക് അറിയാം ഒരുപക്ഷെ പൊട്ടൻഷ്യൽ ഇവിടെ 0 ആവാം, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇവിടെയും 0 ആവാം. ഇങ്ങനെ 2 കേസസിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്നുള്ള ഇതിന്റെ ഇടയ്ക്ക് 0 ആവാം, ഇതിന്റെ അപ്പുറത്തും 0 ആവാം. അതായത് ഒരിക്കലും നമ്മൾ ഇപ്പം എക്സ് ലെസ് ദാൻ 0 ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എവിടെയും ഒരിക്കലും നമുക്ക് ഈ ഇപ്പം ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പം ഏതർ ഇവിടെ 0 ആയിരിക്കാം പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇവിടെ 0 ആവാം. ഓക്കെ, പൊട്ടൻഷ്യൽ കുഡ് ബി 0 ഹിയർ, അത് ഇൻ ബിറ്റ്വീൻ ആവാം, അല്ലെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ, അത് ഇതിന്റെ ബിയോണ്ട് ഈ നെഗറ്റീവ് ചാർജിന്റെ ഇപ്പുറത്തും വേണമെങ്കിൽ 0 ആവും. പക്ഷെ ഒരിക്കലും പൊട്ടൻഷ്യൽ 0 ആവത്തില്ല. ബിക്കോസ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ആ നെഗറ്റീവ് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ Q/4πε0r ആണല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നെഗറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ ഒരിക്കലും അവിടെ പൊട്ടൻഷ്യൽ ഈ കാര്യം ഒരെണ്ണം പോസിറ്റീവ് ചാർജും ഒരെണ്ണം നെഗറ്റീവ് ചാർജും ആണ്.
സോ ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ അനുസരിച്ച് നമ്മൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കാം പൊട്ടൻഷ്യൽ സീറോ എന്ന് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവിടെ ഒരിക്കലും സീറോ ആവത്തില്ല. ടേംസ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിംപ്ലി നമ്മൾ മാത്സ് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ പോസിറ്റീവ് എക്സ് ആക്സിസിലെ ഏതോ ഒരു പൊസിഷനിലാണ് സീറോ ആവുന്നത്. സോ അതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഒരു ഇപ്പം ഈ നെഗറ്റീവ് ചാർജ് എടുക്കുന്ന പോയിന്റ് എ ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ ഇൻ ബിറ്റ്വീൻ ഒ ആൻഡ് എ എവിടെയെങ്കിലും വേണമെങ്കിൽ സീറോ ആവാം, അല്ലെങ്കിൽ എയുടെ അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും പോയിന്റിലും നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് സീറോ ആവാൻ സാധിക്കും. ലൈക്ക് ഇവിടെ എവിടെയെങ്കിലും വേണമെങ്കിലും സീറോ ആവാം. അപ്പം നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം പി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പി എന്ന് പറഞ്ഞിട്ടൊരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുവാണ്. അത് ഈ രണ്ട് ഒയും എയും ജോയിൻ ചെയ്യുന്ന ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ പി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഞാൻ എടുക്കുവാണ്. ഈ പോയിന്റിലാണ് ഞാൻ കരുതുന്നത് ഹിയർ അറ്റ് പോയിന്റ് പി പൊട്ടൻഷ്യലി സീറോ എന്ന് കൺസിഡർ ചെയ്യുവാണ്. അപ്പം എക്സ് എന്ന് പറയുന്നത്, അപ്പം പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോസിറ്റീവ്, ഇറ്റ് ഇസ് ലൈങ് ഓൺ ദ പോസിറ്റീവ് എക്സ് ആക്സിസ്. എക്സ് അവിടുത്തെ നമുക്ക് ആ എക്സ് എത്ര ഡിസ്റ്റൻസ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ലൈൻ ജോയിനിങ് ഇപ്പം നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നുണ്ട്. വി വാണ്ട് വാട്ട് ഇസ് ഒ പി. ഒ പി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. സോ ഓക്കെ, അപ്പം പി എന്ന് പറഞ്ഞ പോയിന്റ് ആണല്ലോ നമ്മുടെ വേർ ദ പൊട്ടൻഷ്യൽ ഇസ് സീറോ. സോ പൊട്ടൻഷ്യൽ സീറോ ആണ് പിയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഒ, ദ ചാർജ് അറ്റ് ഒ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ചാർജ് അറ്റ് എ ഷുഡ് ആഡ് അപ്പ് ടു സീറോ ദർ. അപ്പം രണ്ടും കൂടെ സീറോ ആയിരിക്കണമല്ലോ. സോ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ചാർജ് 3 × 10⁻⁸ കൂളംബ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 1/4πε0 × Q/r ആണ്. Q എന്ന് പറയുന്നത് 3 × 10⁻⁸. 3 × 10⁻⁸ ഡിവൈഡ് ബൈ r എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഈ ഒരു പിയും ഒയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. ഇനി ഞാൻ എക്സ് എന്ന് എടുക്കുവാന്ന് വിചാരിക്കാം. സപ്പോസ് ഇറ്റ്സ് എക്സ്. സോ നമുക്ക് 15 സെന്റിമീറ്റർ ആണ് ഒയും എയും തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻ സെന്റിമീറ്റേഴ്സ്. സോ നമുക്കിപ്പം എല്ലാം സെന്റിമീറ്റർ, അപ്പോൾ എക്സും സെന്റിമീറ്ററിലായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി. സോ സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ ഞാൻ 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എക്സ് ഇൻറ്റു 10⁻⁻2. ഇനി പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു -2 × 10⁻⁸ കൂളും. അത് കാരണം ഉണ്ടാകുന്ന എന്താണ്? 1/4πε0 ഇൻറ്റു -2 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ. ഈ രണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പം മൊത്തം ഡിസ്റ്റൻസ് 15. അതിൻ്റെ അകത്ത് മൊത്തം ഡിസ്റ്റൻസ് 15. അത് ഒയിൽ നിന്നും പി വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 15 - x ആയിരിക്കുമല്ലോ. സോ ദിസ് ഇസ് 15 - x ഇൻറ്റു 10⁻⁻2. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി, നമ്മുടെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതിനെ രണ്ടിനെയും കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1/4πε0 3 × 10⁻⁸ ഡിവൈഡ് ബൈ x ഇൻറ്റു 10⁻⁻2 x ഇൻറ്റു 10⁻⁻2 പ്ലസ് 1/4πε0. ഇത് -2 × 10⁻⁻8 ആണ്. അപ്പം എനിക്ക് മൈനസ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. സോ 2 × 10⁻⁸ ഡിവൈഡഡ് ബൈ 15 - x ഇൻറ്റു 10⁻⁻2. ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് 1/4πε0 ഞാൻ ഒന്ന് പുറത്തെടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 1/4πε0 ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ പിന്നെ റിമൈൻ ചെയ്യുന്നത് 3 × 10⁻⁻8 ഡിവൈഡഡ് ബൈ x ഇൻറ്റു 10⁻⁻2 മൈനസ് 2 × 10⁻⁻8 ഡിവൈഡഡ് ബൈ 15 - x ഇൻറ്റു 10⁻⁻2. ഇപ്പം നോക്കിക്കാൻ നമുക്കറിയാം ടോട്ടൽ എവിടെയാണ് സീറോ ആവുന്നതെന്നുള്ളതാണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പിയുടെ ഇക്വേഷൻ ആണിത്. ആൻഡ് ദാറ്റ് ഇസ് എവിടെയാണ് സീറോ ആവുന്നതെന്നുള്ളതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഇസ് ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി സീറോ ആണ്. ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ സീറോ ആയിട്ട് നമ്മൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത് ഈ എക്സ് ആണ്, ബിക്കോസ് എക്സ് ഗീവ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് ഒ പി. അപ്പോൾ നോക്കുക, ഈ എക്സ് കണ്ടുപിടിക്കാൻ ഞാൻ 1/4πε0 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് സീറോ ആവും. ദാറ്റ് മീൻസ് അത് സീറോ ആവുന്നു. ആൻഡ് ഓക്കെ, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. സോ 3 × 10⁻⁻8 ഡിവൈഡ് ബൈ x ഇൻറ്റു 10⁻⁻2 ഡിവൈഡ് ബൈ -2 × 10⁻⁻8 ഡിവൈഡ് ബൈ 15 - x ഇൻറ്റു 10⁻⁻2. അപ്പം ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ 10⁻⁻2 എനിക്ക് വേണമെങ്കിൽ കോമൺ എടുത്തൂടെ, പുറത്തേക്ക് എടുത്തൂടെ. പുറത്തേക്ക് എടുക്കുമ്പം
എനിക്ക് ഇവിടെ നിന്ന് ഇതിനെ എലിമിനേറ്റ് ചെയ്യാമല്ലോ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? എനിക്ക് 10⁻²നെ വേണമെങ്കിൽ ഡിനോമിനേറ്ററിൽ കോമൺ എടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഈ 1/10⁻²നെയും കൂടി ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ദറ്റ് ഇസ് 0. അതുകൊണ്ട് ഇവിടെ നോക്കി ഇനി മേളിലൊരു 10⁻8 ഉണ്ടല്ലോ, അതിനെ എനിക്ക് കോമൺ എടുക്കാമല്ലോ. സോ 3/x - 2/15 - x is equal to 0. ഈ 10⁻8നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതും 0 ആയി. സോ വിച്ച് ഇംപ്ലൈസ്, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഒറ്റയടിക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. 2/15 - x is equal to 0. ഇനി എന്ത് ചെയ്യുന്നു? മാത്സ് നോക്കുക. നമ്മൾ മാത്തമാറ്റിക്സ് അനുസരിച്ച് ഇഫ് യു ഹാവ് a/b - c/d എന്നാണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ഫസ്റ്റ് യു ഹാവ് ടു ഈ ന്യൂമറേറ്ററിലെ ടേമും ഈ ഡിനോമിനേറ്ററിലെ ടേമും കൂടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കണം. ദാറ്റ് മീൻസ് a into d, ad, എന്നിട്ട് ഇവിടെ മൈനസ് ആണ്, മൈനസ് ഇങ്ങോട്ട് കൊടുക്കുക. ഈ ന്യൂമറേറ്ററും ഈ ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സി ഡി ഡിവൈഡഡ് ബൈ ഈ ബിയും ഡിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, സോ അതുപോലെ ചെയ്ത് നോക്കുക. 3 into 3/x - 2/15 - x എന്ന എക്സ്പാൻഷൻ 3 into 15 - x - 2x divided by x into 15 - x is equal to 0. ഇനി ഞാൻ ഈ x into 15 - xനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇൻറ്റു 0 ആയിട്ട് അതും 0 ആയി പോകും. ദാറ്റ് ഇസ് 3 into 15 - x - 2x is equal to 0. അപ്പോൾ 3 into 15 എന്ന് പറഞ്ഞാൽ 45 minus 3 into x 3x minus 2x is equal to 0. So 45 minus 3x minus 2x എന്ന് പറഞ്ഞാൽ minus 5x is equal to 0. Which implies ഞാൻ ഈ 5xനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണേ 45 is equal to 5x. ഇതിൻ്റെ അകത്ത് എനിക്ക് എക്സിനെ എങ്ങനെ എഴുതാം? 45/5 which is equal to 9 centimeter. ഓക്കെ, ഇതെന്ന് പറയുന്നത് എപ്പോഴാണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓയുടെയും എയുടെയും, നമ്മുടെ പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ഇടയിലാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നതെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ചാർജിൽ നിന്നും 9 സെന്റിമീറ്റർ അപ്പുറത്തായിരിക്കും പൊട്ടൻഷ്യൽ 0 ആവുന്നത്. ഇനി നമുക്ക് അല്ലാതെയും കൺസിഡർ ചെയ്യാം. സോ ഞാൻ ഒന്നുകൂടെ കൂടി വരയ്ക്കാം. നമുക്ക് O എന്ന് പറയുന്ന പോയിന്റ്, ദാറ്റ് ഇസ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ദ ഒറിജിൻ, സോ ദാറ്റ് ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആവും. ഓക്കെ, അപ്പോൾ ഓയിലാണ് നമ്മുടെ 3 into 10⁻⁻8 കിടക്കുന്നത്. നമ്മുടെ എയിലാണ് -2 into 10⁻⁻8 കിടക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ ഈ അലോങ് ദ ലൈൻ ജോയിനിങ് ദീസ് ടു എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബിയോണ്ട് അത് നെഗറ്റീവ് ചാർജിന്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലുമാണ് പൊട്ടൻഷ്യൽ, ഈ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നത്. അതാണ് അവിടെ നമ്മുടെ പോയിന്റ് പി എന്ന് വിചാരിക്കുക. ദർ പൊട്ടൻഷ്യൽ ഈസ് 0 എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, നമ്മുടെ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ഒ എന്ന് പറയുന്നത് എന്താണ്? ഒ എന്ന് പറയുന്നത് ഡ്യൂ ടു ചാർജ് അറ്റ് ഒ. ഓയിലെ ചാർജാണ് 3 into 10⁻⁸ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു ചാർജ് ക്യൂ 3 into 10⁻⁸ ബൈ ഡിസ്റ്റൻസ് ആർ. അപ്പോൾ ആ ആർ എന്ന് പറയുന്നത് എന്താണ്? അത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. ഇവിടുന്ന് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ് 15 ആണ്. സപ്പോസ് എയിൽ നിന്നും ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കാം. ഇഫ് ഓക്കെ, നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, സോറി. നമ്മുടെ മൊത്തം ഡിസ്റ്റൻസ് ആണ് നമുക്ക് എക്സ് ആയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത് അല്ലേ? അത് പിയിൽ നിന്നും ഓവറുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. സോ ദിസ് മച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എക്സ്. അതിൻ്റെ അകത്ത് നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 15 ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അപ്പം ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് എടുത്തു. സോ സെന്റിമീറ്റർ നിന്ന് മീറ്റർ ആക്കാൻ x into 10⁻⁻². ആൻഡ് ഇനി പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു -2 into 10⁻⁸ കൂളംബ് കാരണം ഉണ്ടാവുന്നതാണെങ്കിൽ 1/4πε0 ഇൻറ്റു ചാർജ് -2 into 10⁻⁸ ഡിവൈഡ് ബൈ എയും പിയും തമ്മിലുള്ള ഈ ദൂരം എത്രയാണെന്നുള്ളതാണ്. അപ്പം മൊത്തം ദൂരം എക്സ്, അതിൽ നിന്ന് ഓയും എയും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 15 ആണ്. അപ്പോൾ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ x - 15 ചെയ്താൽ മതിയല്ലോ. സോ x - 15 into 10⁻⁻². അപ്പോൾ ഇതാന്ന് പറയുന്നതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ പി 3 into 10⁻⁸ -2 into 10⁻⁸
കാരണമില്ല. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് 0 ആണെന്നുള്ള. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് 1/4πε0 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻8 ഡിവൈഡ് ബൈ x ഇൻറ്റു 10⁻⁻8 നമ്മൾ ആഡ് ചെയ്യണം. ടോട്ടൽ പൊട്ടൻഷ്യൽ നമ്മൾ ആഡ് ചെയ്യണമല്ലോ. സോ പ്ലസ് മൈനസ് വരും, അതുകൊണ്ട് -2 ഇൻറ്റു 10⁻⁻8 ബൈ x -15 ഇൻറ്റു 10⁻⁻2. അപ്പൊ നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വരുന്നത് നേരത്തെ അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഇറ്റ് വിൽ ബി ലൈക്ക് 3/x - 2/x - 15 0 എന്ന് വരും. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു x - 15 -2x ഡിവൈഡഡ് ബൈ x ഇൻറ്റു x - 15 0. അപ്പൊ ഇതപ്പുറത്തേക്ക് പോകുമ്പോൾ 0 വരും. ആൻഡ് യു വിൽ ഹാവ് 3 ഇൻറ്റു x - 15 - 2x is equal to 0. So 3x minus 45 minus 2x is equal to 0, or x minus 45 is equal to 0, which implies x equal to 45 centimeter. Okay. So ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമുക്ക് രണ്ട് സ്ഥലത്ത് 0 ആവുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് x 9 centimeter ഫ്രം പോസിറ്റീവ് ചാർജിലും 0 ആണ്. x 45 centimeter away ഫ്രം ദ പോസിറ്റീവ് ചാർജും, അത് രണ്ടിടത്തും 0 ആണ്. ഓക്കെ. അപ്പം നമുക്കിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് 0 ഇൻഫിനിറ്റി ആയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ നമ്മൾക്ക് ഫോമുല നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ. ഇനി അടുത്തത് നോക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 2.3 ആണ്. ഓക്കെ, ദിസ് ഈസ് എക്സാമ്പിൾ 2.3 ആണ് ടെക്സ്റ്റ് ബുക്കിലെ. ഇപ്പം രണ്ട് ഫിഗേഴ്സ് തന്നിരിക്കുകയാണ്, 2.8 A ആൻഡ് 2.8 B. ഇതാണ് എ, ഇത് ബി എന്ന് പറഞ്ഞു. രണ്ട് ഫിഗേഴ്സ് ആണ്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഫീൽഡ് ലൈൻസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡും ഇത് ഈ ഫിഗറിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഫീൽഡും. ഇപ്പം നമുക്ക് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഫീൽഡ് ഔട്ട്വേർഡ് ആണ്, റേഡിയലി ഔട്ട്വേർഡ്. ആൻഡ് നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന റേഡിയലി ഇൻവേർഡ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അത് കാണിച്ചിട്ടുണ്ട്. സോ വി ഹാവ് സം ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ കുറേ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഗീവ് ദ സൈൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി പി മൈനസ് വി ക്യു ആൻഡ് വി ബി മൈനസ് വി. ഓക്കെ, വി സബ്സ്ക്രിപ്റ്റ് പി ആണ്. വി പി മൈനസ് വി ക്യു എന്ന് പറയുന്നതിന്റെ സൈൻ എന്താണ്? അത് പൊട്ടൻഷ്യൽ അറ്റ് പിന്ന് പൊട്ടൻഷ്യൽ അറ്റ് ക്യൂ കുറച്ച് കഴിഞ്ഞാൽ അതിന് സൈൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ അറ്റ് ബിയിൽ നിന്നും പൊട്ടൻഷ്യൽ അറ്റ് എ കുറച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്യാം. നമുക്ക് ഈ പോസിറ്റീവ് ചാർജ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം പൊട്ടൻഷ്യൽ പോസിറ്റീവ് ചാർജിന്റെ കേസിലാണ് നമ്മളെല്ലാം കണ്ടുപിടിച്ചിരുന്നത്. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ആണ്. അത് എവിടെയാണോ റേഡിയസ് കൂടുതലുള്ള അവിടെ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പൊ അടുത്തിരിക്കുന്ന പോയിന്റിനാണ് പൊട്ടൻഷ്യൽ കൂടുതൽ. പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് അടുത്തിരിക്കുന്ന പോയിന്റിനാണ്. അപ്പൊ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് ആദ്യം കിടക്കുന്ന പോയിന്റ്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് കുറച്ചും കൂടെ അകലെയാണ്. അപ്പൊ ഒബ്വിയസ്ലി ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറയുന്നു എന്ന് പറയുമ്പോൾ ഈ പിയിലുള്ള പൊട്ടൻഷ്യലാണ് ക്യൂവിലുള്ള പൊട്ടൻഷ്യലിനെക്കാട്ടി കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വി പിയിൽ നിന്നും വി ക്യൂവിനെ വി പിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഫിഗർ ആയിരിക്കും. ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് നമ്പർ. അഥവാ നമുക്ക് പറയാം വി പി മൈനസ് വി ക്യു ഇസ് പോസിറ്റീവ്. അത് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. വിൽ ബി ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി വി ബി മൈനസ് വി എന്താണെന്നാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. വി ബി മൈനസ് വി. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ചാർജ് നെഗറ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പൊ പൊട്ടൻഷ്യൽ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആസിഫ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളൊരു ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ എന്നുള്ള തരത്തിലാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഇവിടെ സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണ്. അത് രണ്ടും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഫോർ നെഗറ്റീവ് ചാർജ് ആകുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മുടെ എല്ലാം പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. ബട്ട് ഹിയർ വി ബി ആയിരിക്കും വി എയെക്കാട്ടും കൂടുതൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പൊ ഏറ്റവും അധികം നെഗറ്റീവ് ആവുന്നത് നെഗറ്റീവ് ചാർജിന് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അത് ഏറ്റവും അധികം നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ചാർജിനോട് അടുത്ത് കിടക്കുന്ന പോയിന്റ്സിലായിരിക്കും ഏറ്റവും അധികം നെഗറ്റീവ് ആവുന്നത്.
അത് അകലേക്ക് വരുംതോറും ലെസ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ലെസ് നെഗറ്റീവ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ വി ബി ആയിരിക്കും വി എക്കാട്ടിയും കൂടുതൽ. ദെയർഫോർ നമ്മൾ വി ബി മൈനസ് വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അത് നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൂടും as you move away from it. അത് കൂടുകയുള്ളൂ. നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ അവേ ആയിരിക്കും, അതിന് കൂടുന്നുണ്ടാവും. ഓക്കെ, ബിക്കോസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അത് കണക്കാക്കുന്ന ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആയിട്ടാണെന്നുള്ള രീതിയിലാണ്. അപ്പം ബിക്കോസ് ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പം വളരെ അടുത്താണെങ്കിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഈസിലി അട്രാക്ട് ചെയ്യും. ദെയർഫോർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, as you move away from it. സോ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇനി അടുത്ത് നോക്കുക, give the signs of potential energy difference of small negative charge between the points Q and P and A and B. അത് പിയുടെയും ക്യൂയുടെയും ഇടയിലൊരു give the sign of potential energy difference of small negative charge between Q and P. ക്യൂവിൻ്റെയും പിയുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിൻ്റെ ഗിവ് ദ സൈൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഓഫ് സ്മോൾ നെഗറ്റീവ് ചാർജ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. ക്യൂയുടെയും പിയുടെ ഇടയിൽ ഒരു നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിൻ്റെ സൈൻ എന്താണ്? അതുപോലെ തന്നെ എയുടെയും ബിയുടെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ ആ ചാർജിൻ്റെ നെഗറ്റീവും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിൻ്റെ സൈൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇവിടെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഇത് കൺസിഡർ ചെയ്യാം. അത് ഈ പിയുടെയും ക്യൂയുടെയും ഇടയിൽ, അത് നെഗറ്റീവ് ചാർജ് ഇൻ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. അപ്പം നമ്മൾ പിയുടെയും ക്യൂയുടെയും ഇടയിൽ ഒരു നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ, ഇവിടെ നെഗറ്റീവ് ചാർജ് വെക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പോസിറ്റീവ് ചാർജുമായിട്ട് എന്താണ് ഡെഫിനറ്റ്ലി അത് അട്രാക്റ്റഡ് ആവുകയുള്ളൂ. അപ്പം എപ്പോഴും നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ എനർജിയിലേക്കായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടുന്ന് അത് ഇതിന്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് അട്രാക്ട് ആവുകയുള്ളൂ. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് നാച്ചുറലി എന്താണ് ഹയർ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മളൊരു നെഗറ്റീവ് ചാർജ്, ഇഫ് നെഗറ്റീവ് ചാർജ് ഇസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബിയുടെ ഇടയ്ക്കാണ് നെഗറ്റീവ് ചാർജ് എന്ന് വിചാരിക്കാം. അതെന്ന് പറയുന്നത് ഇവിടെ ഉള്ള ആൾ നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവായിട്ട് അത് റിപ്പൽ ചെയ്യുള്ളൂ. സോ ബേസിക്കലി എന്താണ് ഈ നെഗറ്റീവ് ചാർജ് ഇവിടുന്ന് ഈ പർട്ടിക്കുലർ നെഗറ്റീവ് ചാർജ് ഈ സെൻട്രലുള്ള നമ്മുടെ സോഴ്സ് ചാർജിന്റെ അകലെ നിൽക്കാനേ ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എയിലുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ് ആയിരിക്കും വെൻ കമ്പയർഡ് ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി. ദാറ്റ് മീൻസ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി യെക്കാട്ടും കൂടുതൽ. ദെയർഫോർ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ മൈനസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി എടുക്കുകയാണെങ്കിൽ ആ ഡിഫറൻസ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് ഇസ് ഓൾസോ പോസിറ്റീവ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ പോസിറ്റീവ് ആയിരിക്കും. ഇനി അടുത്ത് നോക്കുക, ഗിവ് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ഇൻ മൂവിങ് എ സ്മോൾ പോസിറ്റീവ് ചാർജ് ഫ്രം ക്യൂ ടു ബി. അതൊരു പോസിറ്റീവ് ചാർജിനെ ക്യൂവിൽ നിന്നും പിയിലേക്ക് മൂവ് ചെയ്യാൻ എത്രമാത്രം വർക്കാണ് ഫീൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിനെ ക്യൂവിൽ നിന്നും പിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ, ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. കാര്യം ഇലക്ട്രിക് ഫീൽഡ് ഇതിനെ റിപ്പല്ലീവ് ആയിരിക്കും. സോ എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ നമ്മുടെ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻസി പോസിറ്റീവും വർക്ക് ഡൺ നമ്മുടെ ഫീൽഡിന്റെ വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ബിക്കോസ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചാർജ്, ഒരു സ്മോൾ പോസിറ്റീവ് ചാർജ് ആണല്ലോ. സ്മോൾ പോസിറ്റീവ് ചാർജിനെയാണ് നമുക്കിവിടെ മൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ ചാർജ് സോഴ്സിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണ്, നമുക്ക് വർക്ക് ചെയ്യണം. അപ്പം ചാർജ് എന്ന് പറയുന്നത് നാച്ചുറലി എങ്ങോട്ടാണ് ചാർജിന്റെ മൂവ്മെന്റ് എന്ന് നോക്കണം. അതനുസരിച്ചാണ് നമ്മൾ വർക്ക് ഡൺ ബൈ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഒരു പോസിറ്റീവ് ചാർജിനെ ക്യൂവിൽ നിന്നും പിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മള് വർക്ക് ചാർജ് എന്ന് പറയുന്നത് എന്താണ്, അതിനെ റിപ്പൽ ചെയ്യുന്ന, അതിവിടെ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ചാർജിനെ
ഈ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണല്ലോ. അപ്പം അതിനൊരു ഫോഴ്സ് ഫീൽഡിലേക്ക്, അതിനെ റിപ്പൽ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഫീൽഡിലേക്കാണ് അതിനെ കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ ഇവിടെ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് പോസിറ്റീവും വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് എന്ന് പറയുന്നതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. ഗീവ് ദ സൈൻ ഓഫ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻസി മൂവിങ് എ സ്മോൾ നെഗറ്റീവ് ചാർജ് ഫ്രം ബി ടു. ഒരു നെഗറ്റീവ് ചാർജാണ് ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യാൻ എത്രമാത്രം വർക്ക് ചെയ്യണം. അപ്പം ഇവിടെ എന്താണ്, ഒരു സ്മോൾ നെഗറ്റീവ് ചാർജാണ് ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസി ചെയ്യണം. കാര്യം വെച്ചാൽ ഫോഴ്സ് ഫീൽഡ്, ഒരു റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഫീൽഡിലേക്ക് കൊണ്ടുവരണം. സോ എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആരാണോ വർക്ക് ചെയ്യുന്നത്, വർക്ക് ഈസ് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻസി. ആരാണോ വർക്ക് ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾ ആരാണോ അയാൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആണ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഏജൻസി, കാര്യം ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. സോ വർക്ക് ഡൺ എഗൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതിന് റിപ്പൽ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് ആണ് ചെയ്യുന്നത്. സോ വർക്ക് ഈസ് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയ വർക്ക് ഡൺ ബൈ ദ ഫീൽഡ് ആണ്. ഫീൽഡ് ഇൻ മൂവിങ് സ്മോൾ പോസിറ്റീവ് ചാർജ് ഫ്രം ക്യൂ ടു ബി. ഫീൽഡ് ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇവിടെ നമ്മുടെ എക്സ്റ്റേണൽ ഏജൻസിയാണ് ശ്രദ്ധിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക. Does the kinetic energy of small negative charge increase or decrease in going from B to A? Kinetic energy ഒരു ചെറിയ നെഗറ്റീവ് ചാർജ്, ഓക്കെ, ഒരു നെഗറ്റീവ് ചാർജ് ബിയിൽ നിന്നും എയിലേക്ക് മൂവ് ചെയ്യുമ്പം ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പം ഇൻക്രീസ് ചെയ്യുവാണോ ഡിക്രീസ് ചെയ്യുവാണോ എന്നാണ്. അപ്പം നെഗറ്റീവ് ചാർജ് ആണ് കൊണ്ടുവരാൻ പോകുന്ന, നെഗറ്റീവ് ചാർജ് ആണ്. ഈ സോഴ്സും നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, അത് നെഗറ്റീവ് ചാർജിന്റെ അപ്പം ഈ നെഗറ്റീവ് ചാർജിനെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഫീൽഡിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം അതിന് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക. ദർഫോർ എന്താണ്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അവിടെ കുറയും. കാര്യം റിപ്പൾഷനാണ് അനുഭവിക്കുന്ന ഫോഴ്സ്. ദർഫോർ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഇവിടെ ഡിക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി ഡിക്രീസസ് ഇൻ ഗോയിങ് ഫ്രം ബി ടു എ. ബി നിന്ന് എയിലേക്ക് പോകുമ്പം കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.